മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്ന് നല്ലൊരു പോർക്ക് ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 1.5 കിലോ പോർക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 വലിയ സവോള, ചെറിയ സവോളയാണ് 3 എണ്ണം എടുക്കണേ. പിന്നെ ഒരു 10-15 വെളുത്തുള്ളി, പിന്നെ ഒരു 4 പച്ചമുളക്, ഒരു നല്ല വലിയ പീസ് ഇഞ്ചി, ഇത്രയും വലിയൊരു കറുവപ്പട്ട. പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്ത്, ചെറിയൊരു അരമുറി തേങ്ങ വേണേ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഇത് രണ്ടും കൂടെ പൊടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. ഇനി ഈ പോർക്കിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണേ, 2 ടേബിൾ സ്പൂൺ വിനിഗർ ചേർക്കണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പോർക്കുണ്ടല്ലോ, നമ്മൾ ഉപ്പും വിനിഗറും കൂടെ ഒരു 10 മിനിറ്റ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അന്നേരം ഒരു നല്ല ക്ലീൻ ആകും. അങ്ങനെ വിനിഗറും ഉപ്പും കൂടെ ചേർത്ത് നമ്മളിതുപോലെ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഇട്ടാൽ, അത് ചിക്കൻ ആണേലും പ്രത്യേകിച്ച് ഈ പോർക്കാണേലും സ്മെല്ല് ചിലർക്ക് അതിൻ്റെ ഇഷ്ടമാകത്തില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഉപ്പും വിനിഗറും കൂടെ ചേർത്ത് നമ്മൾ വാഷ് ചെയ്തോണ്ടല്ലോ നല്ല പോലെ ക്ലീനായി കിട്ടും. ഒരു ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാകത്തില്ലേ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലൊരു കുക്കർ എടുത്തു വെച്ച് അതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് ഇതിൻ്റെ ആ മഞ്ഞളും ഉപ്പും എല്ലാം എല്ലാ ഭാഗത്തും ഒന്നാകണേ. ആ വിനിഗറും എല്ലാം കൂടി. വിനിഗർ ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുകയും ചെയ്യുവേ. ഇനി നമുക്കൊരു 6 വിസിൽ അടിച്ചു നോക്കണേ. വെന്തില്ലെങ്കിൽ നമ്മൾ 2-3 വിസിലും കൂടെ അടിച്ചാൽ മതി. ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇടാം കേട്ടോ. തേങ്ങാക്കൊത്ത് കൂടുതൽ വരുമ്പോൾ നല്ല ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാവേ. പിന്നെ ആ 1 പീസ് പട്ട എടുത്ത് വെച്ചിരിക്കുന്നില്ലേ, അതും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കുവേ. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കണം. നമ്മൾ കറിയൊക്കെ വെക്കുകയാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടുന്നതായിരിക്കും കുറെ കൂടെ ടേസ്റ്റ്. ഫ്രൈ ആകുമ്പം ഇതുപോലെ അരിഞ്ഞിടുന്നതാണ് നല്ലത്. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ സവോളയും കൂടെ നമുക്കങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഈ പോർക്ക് ഫ്രൈ ഒക്കെ ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫ്രൈ ഐറ്റമാണ് കേട്ടോ. ഇനി നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. നമ്മൾ പോർക്ക് ഇവിടെ ഒരു 6 വിസിൽ വന്ന ഇരിപ്പുണ്ട്. അതിൻ്റെ ആ ആവി ശരിക്കും തന്നെ അങ്ങ് മാറുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് അന്നേരത്തേന് നമുക്ക് ഈ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് കഴിഞ്ഞ് നന്നായിട്ട് പോർക്ക് വെന്തോ നോക്കണം. വെന്തില്ല, ഒരു 1/4 ഭാഗമേ വെന്തുള്ളെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ വഴറ്റിയ സവോളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ ഒരു മസാലയും കൂടി ഇട്ട് ഞാൻ ഒന്നും കൂടെ ഒരു 2 വിസിലും കൂടെ അടിക്കും. അപ്പോഴത്തേനും അത് ഈ സവോള എല്ലാം കൊണ്ട് വെന്ത് അതിനകത്ത് നന്നായിട്ട് അങ്ങ് ചേരും കേട്ടോ. അതാണ് നല്ലത്. ഈ സവോള സെപ്പറേറ്റ് ഇങ്ങനെ കിടക്കുന്നതിൽ നല്ലത് നല്ല പോലെ വെന്ത് ആ മീറ്റിനകത്ത് അങ്ങ് ചേരുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞ് ലാസ്റ്റാണ് അത് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇതിനകത്തൊരു സ്വല്പം ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. കൂടരുത്, കാരണം നമ്മൾ പോർക്കിനകത്ത് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. ഇതൊരു 4-5 മിനിറ്റ് നമുക്ക് വഴറ്റണം. നമ്മൾ ഈ സവോള ഇവിടെ വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികളൊക്കെ കൂടി ചേർത്ത് കൊടുക്കാം. ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ പെരിഞ്ജീരകം പൊടിച്ചതും നമ്മൾ ആ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കുരുമുളക് പൊടിയുമാണ്.
കുരുമുളകും പെരിഞ്ചീരകവും കൂടെ ഒരുമിച്ച് പൊടിച്ചതാണ്. പൊടികൾ ഇടുമ്പോൾ എപ്പോഴും ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുത്തേക്കണേ, അല്ലെ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും, അത് മൂക്കത്തുമില്ല. ഇതിൻ്റെ ആ പൊടിയുടെ ആ പച്ച മണം ഉണ്ടല്ലോ അത് മാറിക്കിട്ടണേ. സ്വല്പം ഗരം മസാലയും കൂടെ ഞാൻ ഇടുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണുണ്ട്. ഈ പൊടികൾ നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ടൊമാറ്റോ അരിഞ്ഞതും കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുവേ. ഈ ഒരു പോർക്ക് ഫ്രൈ ഉണ്ടല്ലോ ചോറിൻ്റെയും ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ നന്നായിട്ട് പോകുന്ന ഒരു കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ നെയ്യ് ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമില്ല. അതിൻ്റെ ആ മീറ്റ് മാത്രം ഇഷ്ടമുള്ളവരുണ്ട്. പക്ഷെ എല്ലാവരും പറയുന്നത് അതിൻ്റെ ആ നെയ്യും കൂടെ വേണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ എന്നാണ്. പൊടിയുടെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ടൊമാറ്റോ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഒരു 2-3 മിനിറ്റും കൂടെ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. എന്നിട്ട് ഈ ടൊമാറ്റോ ഒക്കെ ഉണ്ടല്ലോ കുറച്ച് ഒന്ന് സോഫ്റ്റ് ആകണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവേ. നമ്മളിത് ഇവിടെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റായേ. അപ്പോൾ അതിൻ്റെ ആ തക്കാളിയുടെ ആ ഒരു പച്ച ആ ഒരു ടേസ്റ്റും ആ പൊടികളും എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ പോർക്ക് വെന്ത് വെച്ചേക്കുന്നതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഈ പോർക്ക് ഏതാണ്ട് ഒരു 3/4 വേവേ ആയിട്ടുള്ളേ. 6 വിസിലാണ് ഞാൻ അടിച്ചത്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ മസാലക്കൂട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇടാൻ പോവുകയാണേ. ഒരു സ്വല്പം വെള്ളം പോലും നമ്മൾ ഒഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് കണ്ടോ, നിറച്ച് വെള്ളമായി, ഈ പോർക്കിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമായി ഇത് കേട്ടോ. ഇനി നമുക്ക് ഈ മസാലക്കൂട്ട് ഇങ്ങോട്ടിടാം. ഇട്ടിട്ട് ഒരു 2 വിസിലും കൂടെ അടിക്കുമ്പോഴത്തേന് ഈ സവോളയും ടൊമാറ്റോ എല്ലാം നന്നായിട്ട് വെന്തും വരും. പിന്നെ അന്നേരം നല്ല ഒരു തിക്ക് ഗ്രേവി ആയിരിക്കുവേ. പിന്നെ നമുക്ക് ഇതിൻ്റെ വെള്ളം കുറച്ചൊന്ന് വറ്റിക്കണം. വറ്റിച്ചിട്ട് വേണം നമുക്ക് പിന്നെ ഫ്രൈ ആക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പോർക്കിനൊക്കെ ഒരു സ്വല്പം കുരുമുളക് മുന്നിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്തത് കേട്ടോ. അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ നമ്മൾ ഫ്രൈ ആക്കുമ്പോഴും കുറച്ച് പൊടിയും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കും. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോണേ. നമ്മൾ ഇതിനകത്ത് കറിവേപ്പില ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലേ. ഈ കുക്കറിനകത്ത് കറിവേപ്പില ഇടരുതെന്ന് ചിലർ പറയും, പക്ഷെ ചിലർ ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു വാൽവിൻ്റെ അവിടെ എങ്ങാനും വന്ന് പറ്റി പിടിച്ചു പോയാൽ ഗ്യാസ് പുറത്തേക്ക് വരത്തില്ല, അത് അപകടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഇനിയിപ്പോൾ നമ്മൾ അത് പിന്നെ ഫ്രൈ ആക്കുമ്പോഴാണ് ഞാൻ ഇതിനകത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ എന്നിട്ടേന് അത് വെന്ത് കിട്ടിക്കോളുവേ. നമ്മുടെ പോർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ സമയം ചപ്പാത്തി പൊറോട്ട അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന പോലത്തെ കറിയാണ് ഇപ്പോൾ ഇത്. നമ്മൾ പക്ഷേ ഇവിടെ ഫ്രൈ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഒരു ഫ്രൈ പാനിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണേ. നമ്മൾ നേരത്തെ സവോളയൊക്കെ വഴറ്റാൻ എടുത്ത ഫ്രൈ പാൻ ഇല്ലേ, ആ സെയിം പാൻ വെച്ച് കൊടുത്താൽ മതിയേ. ഇതിന് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഇനി എക്സ്ട്രാ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ലേ. ഇതിനകത്തുനിന്ന് വരുന്ന നെയ്ക്കകത്ത് കിടന്നത് ഫ്രൈ ആയിക്കോളുവേ. ഇതങ്ങ് വറ്റിച്ചങ്ങ് എടുത്താൽ മതി. എന്നിട്ട് തന്നെ ഇതിൻ്റെ ആ നെയ്യൊക്കെ ഉരുകി അതിനകത്ത് ഇറങ്ങിയിട്ട് നല്ലപോലെ ഫ്രൈ ആയി കിട്ടും. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവിയൊക്കെ അങ്ങ് വറ്റും. വറ്റി കഴിഞ്ഞിട്ട് ഈ നെയ്യില്ലേ, ഈ പോർക്കിൻ്റെ തന്നെ നെയ്യില്ലേ, ആ നെയ്യ് ഉരുകി ഇതിനകത്തോട്ട് ഇറങ്ങുമേ. എന്നിട്ട് അതേ കിടന്ന് ഫ്രൈ ആയിക്കോളൂ. എക്സ്ട്രാ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇതിനകത്ത് വെളിച്ചെണ്ണ ആണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആകെ ആ വഴറ്റാൻ നേരം എടുത്തിട്ടുള്ളേ. പിന്നെ ഫ്രൈക്ക് വേണ്ടി നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാവേ. ഇവിടെ നമ്മൾ ഈ പോർക്ക് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഈ ഒരു രീതിയിലേക്കായേ. നമ്മൾ ഒട്ടും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല, പക്ഷേ അതിനകത്തുനിന്ന് വരുന്ന ആ ഓയിലാണിത്. ഇതിൻ്റെ ആ നെയ്യുണ്ടല്ലോ, പോർക്കിൻ്റെ ആ നെയ്യ് അതിനകത്തുനിന്ന് ആ ഓയിൽ ഇറങ്ങി വരുവേ. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യാൻ നേരം അതിൽ തന്നെ കിടന്ന് അത് നന്നായിട്ട് ഫ്രൈ ആകും. ഈ സമയം നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണേ.
നമ്മളത് കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കറിവേപ്പില ഒന്നും ചേർത്തില്ലായിരുന്നു. ഇനി ആ ഫ്ലെയിം ഉണ്ടല്ലോ സിമ്മിലേക്ക് വെച്ച് കൊടുത്തേക്കണം. എന്നിട്ട് ഇത് പതുക്കെ ഇങ്ങനെ കുക്കായി നല്ലപോലെ ഫ്രൈ ആയി കിട്ടുവേ. ഈ സമയം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മതി. കാരണം ഞാൻ പിന്നെ ആ പോർക്ക് ഫുള്ള് ഞാൻ ഇതിലിട്ടിട്ടില്ല, കുറച്ച് കോരി ഇട്ടിട്ടുള്ളൂ, നമ്മുടെ ആവശ്യത്തിന് മാത്രം. ആ സമയത്ത് കഴിക്കാനുള്ള ആവശ്യത്തിനുള്ള പോർക്കേ ഇട്ടിട്ടുള്ളൂ. അത് കാരണം ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ഞാൻ പിന്നെ ചേർക്കത്തുള്ളേ. സിമ്മിലാക്കി വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ നിരത്തി അങ്ങിട്ട് കൊടുക്കണം. അപ്പം അത് പതുക്കെ കിടന്നിട്ട് ഫ്രൈ ആയി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് ഫ്രൈ ആകുവേ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ നിരത്തി അങ്ങ് വെച്ചേക്കണേ. ഇനി കുറച്ച് കഴിയുമ്പോൾ ബാക്കി കാണിക്കും. നമ്മുടെ പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വെള്ളമെല്ലാം വറ്റി നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതാ വേവിക്കാനെടുത്ത ആ ഒരു ഒറ്റ സമയമുള്ളൂ. പിന്നെ ഫ്രൈ ഒക്കെ ആകുമ്പോൾ ഒരു 8 മിനിറ്റ് കൊണ്ട് നമുക്കങ്ങ് ഫ്രൈ ആക്കാവേ. ഇത് ചോറിൻ്റെ കൂടെയും പാലപ്പം, കള്ളപ്പം, പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഫ്രൈ ഐറ്റമാണ്. ഒരുമാതിരിയുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്, ചിലർക്കൊക്കെ ഇഷ്ടക്കേടുണ്ടാവും. ഇഷ്ടമുള്ളവരെല്ലാം ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് പോർക്ക് ഫ്രൈ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.